നീങ്ങാനും തിരിയാനും പറ്റാത്ത മഹല്ല. ഞാൻ ചങ്ങാതിക്കൂട്ട് കഴിഞ്ഞ മാസം മുതൽ റബ്ബിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. പടച്ചോനെ 18-ാം തീയതി നീ ഒരു മരണവും തരല്ല, ഒരു നിക്കാവും തരല്ല എന്റെ മഹല്ലില്. അള്ളാഹു അത് കബൂലാക്കി. എന്റെ ഉമ്മാനെയും ഉപ്പാനെയും കൊണ്ട് എന്റെ മക്കളെയും കൊണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ തരുന്ന സമ്മാനങ്ങൾ ഏറ്റെടുക്കാൻ ആദ്യം ഞാനും ഇവിടെ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും തയ്യാറായാൽ നാളെ ആഖിറത്തിലെത്തുമ്പോ, യജമാനനായ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ, ഈ ഒരു കൂട്ടായ്മ കൊണ്ട് നിനക്ക് എന്ത് ലഭിച്ചു എന്ന് റബ്ബ് ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ് തന്റെ ഇടത്തോട് കൂടി റബ്ബിനോട് നമുക്ക് പറയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കൾ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഒരു കുട്ടിയും കളവ് പറയുന്ന കുട്ടിയായി ഇവിടെ ജനിക്കുന്നില്ല. ഒരു കുട്ടിയും പറഞ്ഞത് അനുസരിക്കാത്ത കുട്ടിയായി ഇവിടെ ജനിക്കുന്നില്ല. ഒരു കുട്ടിയും മൊബൈലിന് അടിമപ്പെട്ട കുട്ടിയായി ഇവിടെ ജനിക്കുന്നില്ല. ഒരു കുട്ടിയും ലഹരിയുമായിട്ടല്ല ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ട് ഫഅബവാഹു, അവന്റെ ഉമ്മയും ഉപ്പയുമാണ് അവനെ നല്ലതും ചീത്തയുമാക്കുന്നത്. അവന്റെ ഉമ്മയും ഉപ്പയുമാണ് അവനെ നല്ലതും ചീത്തയുമാക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു കുട്ടിയും നമ്മൾ പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കില്ല. ഉണ്ടോ? കാരണം എന്താ? മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്, പല രക്ഷിതാക്കളും നരകത്തിലെത്തുന്നത്, ഉമ്മമാരെ കേട്ടോ, പല രക്ഷിതാക്കളും നരകത്തിലെത്തുന്നത് അമല് കുറഞ്ഞത് കൊണ്ടല്ല. തഹജ്ജുദ് എഴുന്നേൽക്കുന്നുണ്ട്, സുബഹിന്റെ മുമ്പുള്ള സുന്നത്തുണ്ട്, സുബഹി നിസ്കാരമുണ്ട്, ഖുർആൻ ഓത്തുണ്ട്, ദിക്റുണ്ട്, മൗലിദുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പല രക്ഷിതാക്കളും നരകത്തിലെത്തുന്നത് മക്കളുടെ കാരണം കൊണ്ടാണെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്റെ മകൾ പറഞ്ഞതനുസരിക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം എന്റെ മകളെ അനുസരിപ്പിക്കേണ്ട ബാധ്യത ഉമ്മയായ ബാപ്പയായ എനിക്കുണ്ട്. അല്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പ്രതികൂട്ടിലാകും എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മക്കളൊക്കെ നല്ല മക്കളാ. ഇന്നു മുതൽ ഒരു ഉമ്മയെ അനുസരിക്കുന്ന, ബാപ്പയെ അനുസരിക്കുന്ന, അല്ലാഹു തന്ന കണ്ണുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടാത്തത് കാണാത്ത, കൃത്യമായി നിസ്കരിക്കുന്ന, പഠിച്ച ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്ന മക്കളാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മയുടെ കാലിന്റെ അടിയിലുള്ള സ്വർഗം വാങ്ങാൻ പണിയെടുക്കുന്ന മക്കളായി നമ്മൾ മാറണം. ഓക്കെ? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ ഇന്ന് മുതൽ ഉമ്മാന്റെ കൈ പിടിച്ച്, നമ്മൾക്ക് ഉമ്മാനോട് സ്നേഹമില്ലേ, ആ ഉമ്മാന്റെ കൈ പിടിച്ച് ഒന്ന് ചുംബിച്ച്, ഉമ്മ ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ നല്ല മകനായി നല്ല മകളായി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം. എന്തേ പറയോ? ഉമ്മാനോട് ഇഷ്ടമുണ്ട് പറയൂ. അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹു നല്ല മക്കളാക്കട്ടെ. വമിൻ ഫിത്നത്തിൽ മഹ്യാ, ജീവിതത്തിലുള്ള ഫിത്നയിൽ നിന്ന്. ബാക്കി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി, മരണത്തിനുള്ള ഫിത്നയിൽ നിന്ന്. വല്ലാത്ത വിഷമ മുഅ്മിനീങ്ങളെ. മരണസമയം മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് സ്വന്തം മകനാകുന്ന അബ്ദുള്ള എന്ന് പറയുന്ന മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ പോടാ അങ്ങോട്ട്, എങ്ങനെ പോടാ എന്ന് പറഞ്ഞ് മകനോടാണെന്ന് വിചാരിച്ച് മകൻ ചോദിച്ചു, ബാപ്പാ എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ബാപ്പാ എന്ന് ചോദിച്ചപ്പോ ബാപ്പയാകുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ നിന്നോടല്ല മോനെ ഞാൻ പറഞ്ഞത്, നിന്നോടല്ല. ഇബ്ലീസ് വന്നിട്ട് അവന്റെ പ്രസ്ഥാനത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നുണ്ട്, അവനോടാ ഞാൻ പോടാന്ന് പറഞ്ഞത്. മഹാന്മാരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും?
ഒരു മഹാന്റെ ചരിത്രത്തിൽ കാണാം, മരിക്കാൻ കിടക്കുന്ന സമയത്ത് സ്വന്തം ഭാര്യയോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഭാര്യ അടുക്കളയിലേക്ക് പോയ സമയത്ത് തക്കത്തിൽ ഇബ്ലീസ് വന്നിട്ട് ഭാര്യയുടെ രൂപത്തിൽ അലാ സൂറത്തി സൗജത്തിഹി എന്ന കിതാബിലുണ്ട്, ഭാര്യയുടെ രൂപത്തിൽ വന്നിട്ട് വെള്ളം കൊടുക്കുക ഇബ്ലീസ് തട്ടിക്കളഞ്ഞു. മുഖ്യമോട് മരണസമയം വല്ലാത്ത പ്രയാസമുള്ള സമയം. മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് ഉമ്മാന്റെ രൂപത്തിൽ വന്നിട്ട് പറയൊരു മോനെ, മുസ്ലിമായി മരിച്ചല്ല മോനെ, ഞാൻ എന്നെ മുസ്ലിമായി മരിച്ചിട്ട് വല്ലാത്ത പ്രയാസത്തിലാണ്, ആരാ പെടാതിരിക്കുക. ഉമ്മ ഇത് പറയുമ്പോ ബാപ്പാന്റെ രൂപത്തിൽ അപ്പുറത്തുനിന്ന് ഇബ്ലീസ് വന്നിട്ട് ഉമ്മ പറഞ്ഞത് ശരിയാ മോനെ, മരിച്ചക്കല്ലേ മുസ്ലിമായിട്ട്, ആരാ പെടാതിരിക്കുക. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വല്ലാത്ത പ്രയാസ. എപ്പോഴാ മരിക്കുക അറിയോ? ഇന്ന് ഇബ്നു നബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മണ്ടരി പിടിച്ച കാല, പഴയ കാലം പോലെയല്ല. നിങ്ങൾ തെങ്ങിലേക്ക് നോക്കിയിട്ടില്ലേ, നല്ല ഉണങ്ങിയ തേങ്ങയൊക്കെ വീഴുന്നതിന്റെ മുമ്പേ ഇളന്നറും കരിക്കും വെളിച്ചിങ്ങയൊക്കെ വീണ് പോണ കാല. ഇന്ന് കൂടുതൽ മരിക്കുന്നത് പ്രായമാകുന്നതിന് മുമ്പ് പെട്ടെന്ന് മരിച്ചു പോവാ. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു ഈമാനുള്ള മരണം നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാൻ ഒരു സമ്മാനം ഞാൻ തന്നു നിങ്ങൾക്ക്, നിങ്ങൾ വാങ്ങിയില്ലേ? എന്താ ഒന്നാമത്തെ സമ്മാനം തന്നെ? സൂറത്തുൽ മുൽക്ക് പതിവാക്കാൻ. ഇനി മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാൻ മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തിയ ഒരാറ് കാര്യമുണ്ട്. കൂടുതലൊന്നുമില്ല, സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാ. ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് ഒരു നിലപാടുണ്ട്. ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലു മാ ലാ തഫഅലൂൻ. എന്തിനാ നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് എന്ന് ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ മഹാന്മാരായ ഉസ്താദ് അത് പറഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ് ഈ സമയം വരെ അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഞാൻ സമ്മാനമായി തരിക. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈമാൻ കിട്ടി മരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പാരായണം ചെയ്യാം. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? എന്താ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന സൂറത്ത് 10 തവണ പാരായണം ചെയ്യുക ഡെയിലി. പറ്റുമോ? വെറുതെ ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് മോശമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണസമയം വല്ലാത്ത പ്രയാസമുള്ള സമയം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ കരയ. ഖബർ കാണുമ്പോ കരയ. മൂപ്പരോട് ചോദിച്ചത് എന്താ അറിയോ? ഖബർ പരലോകത്തെ ജീവിതത്തെ ആദ്യത്തെ വീടാണ് എന്ന്. നിങ്ങൾ വരുന്നുണ്ട്, എല്ലാവരും ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 2 മിനിറ്റ് അത് പറഞ്ഞത് പൂർത്തിയാക്കി. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വന്നു. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും സൂറത്തുൽ ഇഖ്ലാസ് ശ്രദ്ധ പോവരുതേ. സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പാരായണം ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ ഓതിയാൽ സ്വർഗ്ഗത്തിൽ അവർക്ക് ഒരു വീടുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്വർഗ്ഗത്തിൽ വീടുണ്ട് എന്ന് പറഞ്ഞാല് നരകത്ത് കടത്തിയിട്ട് മാസാമാസം സ്വർഗ്ഗത്തിലെ വീടിന്റെ വാടക കൊണ്ട് തരല അല്ല, സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഈമാൻ കിട്ടി മരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത് 10 മുഅ്മിനീങ്ങളോട് സലാം പറയാം. 10 മുഅ്മിനീങ്ങളോട് സലാം പറയാം. മനസ്സിലായ? സലാം പറഞ്ഞാൽ സ്നേഹം വർദ്ധിക്കും. എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് 10 അപ്പൊ പിന്നെ ഉഡായിപ്പും കൊണ്ട് നമ്മൾ ശരിയാട് വരും. ഉസ്താദെ രാവിലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പില് വോയിസ് ആക്കി സലാം അയച്ചാ പോരെയെന്ന്. അത് വേണ്ട, ഉഡായിപ്പ് വേണ്ട.
ഒന്നും വേണ്ട, ഓളോട് 5 നേരം പള്ളിയിൽ പോകുമ്പോഴും വരുമ്പോഴും പറഞ്ഞാൽ മതി. ഓൾക്ക് തന്നെ തോന്നും ഇയാൾക്ക് എന്തപ്പോ തലക്കടിയാൻ മറ്റേ കിട്ടിയില്ലോന്ന്. കാരണം അതില്ലാത്തതായോണ്ട്. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. ചെയ്യുമല്ലോ ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തത് വുളൂഇന്റെ ശേഷമുള്ള ദുആ പതിവാക്കുക. സ്വർഗ്ഗത്തിന്റെ 8 വാതിലും തുറക്കും. സ്വർഗ്ഗത്തിന്റെ 8 വാതിലും തുറക്കും. ഉമ്മാന്റെ കാലിന്റെ അടിയിലുള്ള സ്വർഗ്ഗം വാങ്ങാൻ സ്വർഗ്ഗത്തിന്റെ 8 വാതിലും തുറക്കുന്ന വുളൂഇന്റെ ശേഷമുള്ള ദുആ പതിവാക്കിയാൽ ഈമാൻ കിട്ടി മരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഏറ്റെടുക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തേത് ബാങ്കിന്റെ ശേഷമുള്ള ദുആ പതിവാക്കുക. ബാങ്കിന്റെ ശേഷമുള്ള ദുആ പതിവാക്കുക. അതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഏതായാലും തങ്ങളെ ഇരുത്തി പറയുന്നത് ഉചിതമല്ലാന്ന് എനിക്കറിയാം. തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാന്നുള്ള ലക്ഷ്യത്തിലാണ്. അഞ്ചാമത്തത് ഹദ്ദാദ് റാത്തീബ് പതിവാക്കുക. ഇക്കൊല്ലം ചങ്ങാതി കൂട്ടത്തിന് കൂടുതൽ സമ്മാനം തരാനില്ലാത്തോണ്ട് ഞാൻ തരാൻ തീരുമാനിച്ചതാ. അത് നിങ്ങൾ ഏറ്റെടുക്കണം. പേപ്പറിൽ ഫോട്ടോ ഒന്നും വരൂലേ? അതൊന്നും വരൂല. വാട്സപ്പ് കൂട്ടായ്മയിലും സമ്മാനം വാങ്ങി ഫോട്ടോ ഒന്നും വരൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത്തത് ഹദ്ദാദ് റാത്തീബ് പതിവാക്കുക. ആവേശത്തോടെ ചെല്ലണം. അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഈ ഹദ്ദാദിന്റെ ശറഅ് എഴുതിയപ്പോൾ മകൻ തന്നെ പറയുന്നുണ്ട്, ഉപ്പ പറഞ്ഞതായിട്ട്, ഇത് പതിവാക്കുന്ന ആൾക്ക് ഈമാനോടുള്ള മരണം ലഭിക്കും. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ആറാമത്തത് സുബഹിന്റെ സുന്നത്തിന്റെയും സുബഹി നിസ്കാരത്തിന്റെയും ഇടയിൽ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്ർ 40 തവണ, ഒരു റിപ്പോർട്ടിൽ 41 തവണ ഇത് പതിവാക്കുക. അതിന് എന്ത് വേണമെന്ന് അറിയോ? സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണം. നല്ല അതിന്റെ ഇടക്ക് എന്ന് പറയുമ്പോ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു അശ്ലീല വീഡിയോ കാണുന്നവരെയും കാണാത്തവരെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു പഠനം നടത്തിയല്ലോ. പഠനം തള്ളിപ്പോയി. കാരണം എന്താ? കാണാത്തവരെ കിട്ടണ്ടേ, എന്നാലല്ലേ ഇത് കമ്പയർ ചെയ്യും. എന്ന് പറഞ്ഞ പോലെ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണോ, എന്നാലേ ഇതിന്റെ ഇട കിട്ടൂ. അള്ളാഹു നല്ല ബോധം തരട്ടെ, അള്ളാഹു നല്ല ബോധം തരട്ടെ. അതേപോലെ ഞാൻ നിർത്തുകയാണ്. യജമാനനായ റബ്ബിന്റെ മുമ്പിൽ നാളെ ആഖിറത്തിലെത്തുമ്പോ സ്വർഗത്തിൽ കൊട്ടാരം കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ പരിധി നോക്കുമ്പോ, നമ്മൾ അന്വേഷിക്കുമ്പോ നമ്മളെ ശരീരത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി. കണ്ണില്ലാത്ത മനുഷ്യനാലോചിച്ചു നോക്ക്. കൈയില്ലാത്തവനെ, കാലില്ലാത്തവനെ അല്ലാഹു തആല അൽഹംദുലില്ലാ ഒരവയവത്തിനും ഒരു കേടുമില്ലാതെ റബ്ബ് നമ്മളെ പടച്ചു. ആ റബ്ബിന്റെ മുമ്പിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5-6 മണിക്കൂറും എഴുന്നേറ്റ് നിന്ന് രാത്രി നിസ്കരിച്ചിട്ട് കാലിന് നീര് കെട്ടി വീർത്തപ്പോ ഒരു കാല് പൊന്തിക്കും, അത് വേദനയാകുമ്പോ അടുത്ത കാല് പൊന്തിക്കും. ഇങ്ങനെ നിന്ന് നിസ്കരിച്ചപ്പോ ആയിഷുമ്മ ചോദിച്ചു, എന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാ നബി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ട ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ട ആയിഷ. ഈ ഹബീബായ റസൂലുള്ളാഹി നമുക്ക് വേണ്ടി മരണസമയത്ത് കരഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നമുക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. അസ്രായേൽ ഒന്ന് മെല്ലെ പിടി എന്റെ റൂഹിനെ. നബിയെ തങ്ങളെ റൂഹിനെ പിടിക്കുന്നത് വെണ്ണയിൽ നൂലിട്ട് വലിക്കുന്നത് പോലെയാ. തങ്ങളുടെ ഉമ്മത്തിനെ റൂഹിനെ പിടിക്കുന്നത് കാരമുള്ളിൽ തുണിയിട്ട് വലിക്കുന്നത് പോലെയാ. അല്ലാഹുവിന്റെ റസൂൽ അസ്രായേലിനോട് പറഞ്ഞു, വേണ്ട, എന്റെ ഉമ്മത്തിനെ അങ്ങനെ പ്രയാസപ്പെടുത്തണ്ട, എന്റെ ഉമ്മത്തിന്റെ വേദന എനിക്ക് അല്പം താ എന്ന് പറഞ്ഞ് മരണസമയത്ത് പോലും ഉമ്മത്തിനെ സ്നേഹിച്ച ഹബീബായ റസൂലുള്ളാഹി ആഖിറത്തിലെത്തുമ്പോ എന്റെ ഉമ്മത്തൊക്കെ ആരെങ്കിലും നരകത്തിൽ കടന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് സ്വർഗത്തിൽ പോയ നബി തിരിച്ചു വന്ന് വീണ്ടും നോക്കുക എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ആ റസൂലുള്ള 5, 6, 7 മണിക്കൂറൊക്കെ നിന്ന് നിസ്കരിച്ചിട്ട് കാല് നീര് കെട്ടി വീർത്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ മുമ്പിൽ ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നല്ല ബോധം തരട്ടെ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ ഏറ്റെടുത്ത് ജീവിതത്തിന് ഒരു മാറ്റം വരുത്തും. ചങ്ങാതി കൂട്ടത്തിന്റെ 8ാം വാർഷികത്തിൽ വന്ന് എന്ത് ലഭിച്ചോ എന്ന ചോദ്യത്തിന് മറുപടിയായ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് തന്റെ ഇടത്തോടു കൂടി ഇത് പറയാനുണ്ടാവണം. അല്ലാഹു നല്ല ബോധം തരട്ടെ.
അല്ലാഹു ഖവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും നമ്മളെ പെടുത്തട്ടെ. നമ്മളെ പിഞ്ചു മക്കളെയൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. ഈ കൂട്ടായ്മ ഖിയാമത്ത് നാൾ വരെ ഐക്യത്തോടെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പല ആളുകളുമുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ തങ്ങളവറുകൾ, അതുപോലെ സഖാഫി ഉസ്താദ്, ഒരുപാട് പേര് പറയേണ്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും നമുക്കറിയാം, അല്ലാഹുവിന് എല്ലാവരെയും അറിയാം. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് ഖബൂലാക്കട്ടെ. ഇവിടെ പറഞ്ഞ പ്രകാശമാകുന്ന ഇൽമ് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എന്റെ സംസാരത്തിൽ വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ സവിനയം നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി, എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ യാത്രയിലൊക്കെ ബർക്കത്തുണ്ടാവാൻ, എന്റെ പഠനങ്ങളിൽ ബർക്കത്തുണ്ടാവാൻ ഒക്കെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തു. എന്റെ വിലപ്പെട്ട ദുആകളിൽ നിങ്ങളെയും ഞാൻ ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഇനി നമ്മുടെ പരിപാടി സമാപനത്തിലേക്ക് എത്തുകയാണ്. സമാപനം എന്ന് പറഞ്ഞാൽ സയ്യിദ് അവർകൾ എത്തി. ഇനി ആത്മീയമായി നമ്മൾ ബോധവാന്മാരായി മടവൂർ ശൈഖുനാനെ അവിടുത്തെ മണ്ണിലാണ് നാം ഇരിക്കുന്നത് എന്ന ചിന്തയോടെ ആ ശൈഖുന അംഗീകാരം നൽകിയ, ആ ശൈഖുന എന്നും ആശീർവദിച്ചു കൊണ്ടിരിക്കുന്ന ആ ശൈഖുനാന്റെ എല്ലാ നുസ്രത്തും നമ്മൾ പലപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണല്ലോ. അതുകൊണ്ട് അവിടുത്തെ തവസ്സുല് ചെയ്ത് അഹ്ലു ബൈത്തിനെ നമുക്കറിയാം. അഹ്ലു ബൈത്തിന്റെ പോരിശയൊന്നും നിങ്ങളോട് പറയേണ്ടതല്ല. നമുക്കെന്നും താങ്ങും തണലും അവർ മാത്രമാണ്. ആശയും ആവേശവും അവരാണ്. സയ്യിദ് മുഹ്സിൻ തങ്ങൾ ഏത് കോളിളക്കത്തിന്റെ സമയത്തും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനവർകൾ, അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. സയ്യിദ് അവർകൾ നമ്മോട് നസിഹത്ത് നടത്തി ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഈ സദസ്സിലുള്ള ഓരോ ആണിനും പെണ്ണിനും പല ഉദ്ദേശങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നില്ല. അതിലുപരി അത്യാവശ്യമായി ദുആ ചെയ്യേണ്ടവരാണ് ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് സഹോദര സഹോദരിമാർ, പ്രവാസ ലോകത്തുള്ളവർ. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കാരണം ഒരാളെ വിട്ടുപോകും. എനിക്ക് ഏറ്റവും അടുത്ത ആളുണ്ടാവും, ആ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, എന്നെ പറഞ്ഞില്ല. അതുകൊണ്ട് അറിയുന്നവരെയും പറയുന്നില്ല, സംഭാവന നല്ലോണം തന്നവരെയും പറയുന്നില്ല, സംഭാവന കുറച്ച് തന്നവരെയും ഞാൻ പറയുന്നില്ല. എൻ്റെ മനസ്സിൽ തന്നെ ഇപ്പോൾ പലരുടെയും പേര് അറിയാതെ വന്നു പോകുക എന്നുള്ള പേടിയാണ്. പറയൂല, ആരെയും പറയുന്നില്ല. നമ്മുടെ കൂടെ നടക്കുന്ന അവര് പ്രവാസികൾ, എല്ലാ GCC രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവാസ സുഹൃത്തുക്കൾ, അതിലുപരി ഇപ്പോൾ ഒരു സഹോദരൻ, പേര് പറയാൻ പറ്റില്ലല്ലോ, സഹോദരൻ്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഇപ്പോൾ ദുആ ചെയ്ത് ഞാൻ പറഞ്ഞ തങ്ങൾ വരുന്നുണ്ട്, തങ്ങളോട് പറയാം. പ്രയാസമൊന്നുമില്ലാതെ എല്ലാ വർഷവും ഇവിടെ വരുന്ന ആളാണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞ വർഷമൊക്കെ പങ്കെടുക്കാം. അതുപോലെ പിന്നെ ഇവിടെ 2-3 സഹോദരിമാര് മക്കൾ പ്രസവവും മറ്റ് പ്രയാസങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല. ഒരു വലിയ ഫാമിലി കഴിഞ്ഞ വർഷം നല്ലോണം പങ്കെടുത്തവര് അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല. അവിടെ ഒരു ഉമ്മ ഉണ്ട്, അസുഖമായി കിടക്കുന്നത്. ഞാൻ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അവിടെ പോയി ആ ഉമ്മാനെ കണ്ടു. ആ രംഗം ഞാൻ വിവരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ഹൈറായ മാർഗത്തിലാവാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പ്രായം ചെന്ന് ആ ഒരു പ്രയാസത്തിൽ കിടക്കുന്നത് നമുക്ക് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. തങ്ങളെ ഞാൻ ദുആ കേൾപ്പിക്കുകയാണ്. അതുപോലെ ഇവിടെ ഓരോ ജില്ലകളിലെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും വന്നവര്, അവര് നമ്മുടെ പത്രാസ് കാണാൻ വന്നല്ല, വലിയ അഭിമാനം പറയാൻ വന്നല്ല, സിയമലിയുടെ ഹദറത്ത് പോയിട്ട് ദുആ നടക്കല്ലോ, ദുആയിൽ പങ്കെടുക്കണം. അതുകൊണ്ട് എല്ലാവരെയും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും, ആരെയും പേര് പറയാതെ, സംഖ്യ തന്നവര്, എത്തിച്ചവര്, അത് സ്വരൂപിച്ചവര്, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട, എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആളുകളെയും
നമ്മുടെ ചങ്ങാത്ത കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തുമുള്ള അവരെ എല്ലാവരെയും അവരുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി തങ്ങൾ അവർക്ക് ദുആ ചെയ്യും. സാദരം തങ്ങളെ ആദരപൂർവ്വം ഇനിയുള്ള ആത്മീയ ദുആ സംഗമത്തിന് നേതൃത്വം നൽകാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചങ്ങാത്ത കുടുംബത്തിലേക്ക് വന്ന് പുതിയൊരു ബിരുദം വാങ്ങിയ ഇപ്പൊ മുഖ്യ പ്രഭാഷണം നടത്തിയ നവാസ് ഹനീഫി ഉസ്താദിനെ ഈ തവണ നമ്മൾ നമ്മുടെ പരിപാടി ലളിതം പ്രൗഢം, ഇതാണ് ഈ പ്രാവശ്യത്തെ പ്രമേയം. ലളിതം പ്രൗഢം. എല്ലാ വർഷവും അഡ്മിൻസിനൊക്കെ മെമൻറ്റോ കൊടുക്കും, അതെല്ലാം നമ്മൾ ഒഴിവാക്കി തരികയാണ്. എനിക്കല്ല തരുന്നത്, എനിക്കും വേണ്ട, ഒന്നും വേണ്ട. തങ്ങളെ ആദരവ് എല്ലാം നമ്മൾ പ്രാർത്ഥനയിലൂടെ. പക്ഷേ നമ്മുടെ രണ്ടാളുണ്ടായിരുന്നു. ഒന്ന് മുഖ്യ അതിഥി വരുമെന്ന് പറഞ്ഞു, അദ്ദേഹം എത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയിപ്പ് അദ്ദേഹം എത്തിയിട്ടില്ല എന്ന് അറിയിക്കലും അദ്ദേഹത്തിനുള്ള മൊമെൻറ്റോ മാറ്റിവെച്ച് രണ്ടാമതൊരു മൊമെൻറ്റോ നവാസ് ഹനീഫി ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, ആ ഉസ്താദിനുള്ള മൊമെൻറ്റോ കൈമാറുന്നത്, നമ്മുടെ കുടുംബത്തിൻ്റെ ഉപഹാരം കൊടുക്കുന്നത് മഹാനായ സയ്യിദ് അവർക്കാണ്. കാര്യം നിർവഹിക്കാൻ വേണ്ടി തങ്ങൾ അവരുടെ എന്തെയും സ്വീകരിക്കാൻ വേണ്ടി നവാസ് ഹനീഫി ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബാക്കി എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ആദരവ് ഈ പ്രാർത്ഥനയാണ്. അതിന് നേതൃത്വം നൽകാൻ സയ്യിദ് അവർകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പിന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ഡയറി വെറുതെ ആയാലേ നാളെ മുതൽ അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. 100 രൂപ ഉള്ളവർ തരണം, അല്ലാത്ത ഗൂഗിൾ പേ ചെയ്യണം. 100 രൂപ തരുന്നവർക്കേ ഡയറി ഉള്ളൂ, കാരണം അതിൻ്റെ ചിലവാണ്. അത് എല്ലാവരും കൈപ്പറ്റാൻ ശ്രമിക്കണം. രണ്ടാമത് നമ്മുടെ ഗിഫ്റ്റ്, അത് സമ്മാനം. പക്ഷേ എല്ലാവർക്കും തികയില്ല. കുട്ടികളൊക്കെ എല്ലാവരും വാങ്ങണം. പിന്നെ കിട്ടാതിരുന്നാൽ പരാതി പറയരുത്. കുടുംബനാഥന്മാർ പ്രത്യേകിച്ച് ഓരോ ഗ്ലാസ് എന്നാൽ 2 ഗ്ലാസ്സുള്ള ഒരു ബോക്സാണ്. അത് എല്ലാവർക്കും വിതരണം ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ അറിയാത്തവരാണല്ലോ പരസ്പരം. ഭർത്താവ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഭാര്യ വാങ്ങണ്ട, ഇത് ബാക്കിയുള്ളവരെ എല്ലാവർക്കും തരൂ. പിന്നെ പ്രത്യേകിച്ച് നമ്മെ ഏൽപ്പിക്കപ്പെട്ട ആൾക്കാരുണ്ട് ഡയറി വാങ്ങാനും അതുപോലെ ഗിഫ്റ്റ് കൊണ്ട് തരണം എന്ന് പറഞ്ഞ അംഗങ്ങളുണ്ട്. അവർക്ക് നിങ്ങൾ പേര് പറഞ്ഞ് വാങ്ങണം. എല്ലാം സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അനീതിയോ അശാന്തമായ പ്രവർത്തനമോ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനമുള്ള മുസ്ലിമീങ്ങളെ, സ്നേഹമുള്ള മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹായി സ്വീകരിക്കുന്നവരാണ്. വർഷങ്ങളായി നടന്നു വരുന്ന ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ വാർഷിക സദസ്സിലാണ് നമ്മളുള്ളത്. 8ാം വാർഷികം. കുടുംബസംഗമം എന്ന് പറഞ്ഞാലും ഒരു സ്നേഹ സംഗമമാണ്. പരസ്പരം കാണാത്ത ആളുകളൊക്കെ പരസ്പരം സ്നേഹിക്കുക, സ്നേഹത്തിലാണ് നാം ഒരുമിച്ച്. അതും ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു അലൈഹി തങ്ങളുടെ ഹദറത്തിലാണ് തിരഞ്ഞെടുത്തത്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാൻ ആണവർ. മാത്രവുമല്ല, ദീനുൽ ഇസ്ലാമിന് ഇസ്സത്ത് നേടിത്തന്നതിൽ
പ്രധാനമായും മഹാനവറുകളാണ് ഇടപെട്ടത്. ഈ ആഖിറസമാനിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാ സന്തോഷവും, എല്ലാ നിയന്ത്രണവും, എല്ലാ ദുആയും ബർക്കത്തും തിരുനോട്ടവും മഹാനവറുകൾക്ക് ഉണ്ടാവണമെന്ന് കരുതിയിട്ടാണ് ഇവിടെ സംഗമം വെച്ചിരിക്കുന്നത്. എല്ലാവരും സിയാറത്ത് ചെയ്തു, പുണ്യം നേടി. പിന്നെ ഈ ഇരിക്കുന്ന നമുക്കും എപ്പോഴും നമ്മുടെ എല്ലാ ദ്വാരങ്ങളിലും ഉൾപ്പെടുത്തുന്ന മരണപ്പെട്ടു പോയ ആളുകൾ, സുഖമില്ലാത്ത ആളുകൾ, ഈ വീട്ടുകാരനടക്കം സുഖമില്ല, പ്രവാസി സുഹൃത്തുക്കൾ, ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത കാഫിയും കൂട്ടരും എല്ലാവർക്കും നമ്മൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ആത്മാർത്ഥമായ ആമീൻ പറയണം. ഒരുപാട് ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും വിദൂരങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതേപോലെ സുഖമില്ലാത്ത കാരണം കൊണ്ട് വരാൻ പറ്റാത്തവരെയും അറിയിച്ചു. അവർക്ക് വന്നതുപോലെ ഗുണം കിട്ടാൻ നമ്മൾ അവരെ മനസ്സറിഞ്ഞ് മനസ്സിൽ കണ്ട് ആമീൻ പറയണം. നമ്മൾക്ക് മാത്രമല്ല, കൂട്ടുകുടുംബാദികളിലും ബന്ധപ്പെട്ടവരിലും സ്നേഹിതരിലുമൊക്കെ വിഷമിക്കുന്ന ആളുകളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ മശായിഖന്മാരും മടവൂർ ശേഖ് അടക്കമുള്ള മശായിഖന്മാരും നമ്മൾ ഓരോ നാട്ടുകളിൽ ഉള്ളവരാണ്. എല്ലാവരും ഒരേ നാട്ടുകാരല്ല. ഓരോ നാട്ടിലുമുള്ള പരിസരത്തുള്ള മഹാന്മാർക്കും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും ഒരു ഫാത്തിഹ ഓതിയിട്ടാണ് നാം ഓരോ ദിവസവും തുടങ്ങാറുള്ളത്. അതിൻ്റെ ഫലം ചില്ലറയല്ല. മഹാന്മാരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയാൽ അവരെ ദുആയും ബർക്കത്തും തിരുനോട്ടവും ലഭിക്കുമെങ്കിൽ നമ്മൾ എന്തിനു കളയണം ആ അവസരം? അതുകൊണ്ടാണ് ആ മശായിഖന്മാരെയും ഈ മാസത്തിൽ വഫാത്തായി പോയ മഹാന്മാരെയും പരിസര പ്രദേശങ്ങളിൽ അന്തി ഉറങ്ങുന്ന മഹത്തുക്കളെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരെയും ഓർത്തും കൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ തുടങ്ങുന്നത്. മാത്രവുമല്ല, മാസത്തിൽ ആത്മീയ സദസ്സുണ്ട് ഈ ഗ്രൂപ്പിൻ്റെ പിന്നിൽ. അതുപോലെ നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാം കൂടി ഒത്തിണങ്ങിയ കഴിവിൻ്റെ പരമാവധി എല്ലാം നന്മകളും ചെയ്യുന്ന നന്മയിൽ നിന്നും നമ്മൾ ഒത്തുചേരാമെന്ന പ്രമേയത്തിലാണ് ഈ സംഗമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ ഇരിക്കുന്ന നമുക്കൊക്കെ ഹൃദയശുദ്ധിക്കും മരണപ്പെട്ടു പോയവർക്ക് ഖബർ ജീവിതം നന്നാവാനും അല്പം ദിക്ർ ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പോകാം. ആദ്യമായി പറയട്ടെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. رب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس
الذي يوسوس في صدور الناس من الجنة والناس. ആദ്യമായി ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ തൗബയാണ്. ഒരു നാവുകൊണ്ട് ചൊല്ലിയാൽ പോരാ, മനസ്സിൽ തട്ടിച്ചൊല്ലണം. ചെയ്തു പോയ ദോഷങ്ങളൊക്കെ പൊറുക്കാനും ഇനി ഒരു ദോഷത്തിലേക്ക് എത്തിക്കാതിരിക്കാനുമുള്ള തൗബയുടെ വചനമായി അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മനസ്സറിഞ്ഞ് പറയാം. വേണമെങ്കിൽ കണ്ണ് പൂട്ടിയതുകൊണ്ടും ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നമ്മുടെ ഹൃദയശുദ്ധിക്കും മരണപ്പെട്ടവർക്കും സന്തോഷം ലഭിക്കാനും അല്പം തഹ്ലീൽ. والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. فاعلم أنه لا إله إلا الله، 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 لا إله إلا الله. إلهي أنت مقصودي وراء مطلوبي، إلهي أنت مقصودي ورضاك مطلوبي، إلهي أنت مقصودي ورضاك مطلوبي. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അല്പം സ്വലാത്ത് ചൊല്ലാം. എല്ലാത്തിനേക്കാളും പുണ്യമുള്ള സ്വലാത്ത്.
ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ-നബി. അല്ലാഹു മലക്കുകളും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സ്വലാത്ത്. നമുക്കൊക്കെ ആഖിറത്തിലെത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഉൾപ്പെടണം, നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തണം എന്ന അപേക്ഷയിൽ മദീനത്തേക്ക് അല്പസമയം സ്വലാത്ത്. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا رسول الله. عليك يا حبيب الله. الصلاة والسلام عليك يا حبيب الله. عليك يا نبي الله. الصلاة والسلام عليك يا نبي الله. عليك يا سيد المرسلين. الصلاة والسلام عليك يا سيد المرسلين. عليك يا إمام المتقين. الصلاة والسلام عليك يا ആണുങ്ങൾ മാത്രമേ അങ്ങനെ شفيع المذنبين. الصلاة والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا رحمة للعالمين. നമ്മുടെ ഈ കൂട്ടായ്മ എല്ലാ മാസവും എൻ്റെ മശായിഖുമാർ എനിക്ക് നൽകിയ ദിക്റുകൾ നമ്മൾ കൂട്ടമായും ഓൺലൈനിലും എല്ലാ മാസവും നിർവഹിക്കാറുണ്ട്. അത് മരണപ്പെട്ടു പോയവർക്ക് പ്രത്യേകിച്ച് ദുആ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ഉൾപ്പെടുത്തി ദുആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم مثل ثواب ما قرأنا وما مدحنا وما صلينا وما هللنا إلى حضرة الحبيب المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء
والأولياء والعلماء والشهداء والصديقين والصالحين خصوصا بالنبي إلى حضرة رسول الله سلطان محي الدين عبد القادر الجيلاني وإلى حضرة سيدنا أحمد الكبير الرفاعي وإلى حضرة سلطان هند خواجة معين الدين جشتي الأجميري وإلى حضرة الشيخ محمد أبي بكر المدوري وإلى حضرة رسولهم وفروعهم رضوان الله تعالى عنهم أجمعين اللهم بحق وبجاه بارك لنا في كل أمورنا خصوصا في أمر الذي نحن فيه وما نطلبه يا ذا الجلال والإكرام اللهم افتح لنا أبواب خزائن رحمتك وانشر علينا حكمتك وذكرنا ما نسينا يا أرحم الراحمين اللهم أعزنا ولا تذلنا وأكرمنا ولا تهنا وأعطنا ولا تحرمنا وآثرنا ولا تؤثر علينا واغفنا وارض عنا يا رب العالمين واعف عنا وعن حالنا كل آفات وآحات وبليات وإيقاظ مصيبات يا ذا الجلال والإكرام بحقوق هؤلاء السادات المذكورين اللهم اجعل ثواب ما قرأنا وما هللنا وما صلينا إلى حضرات من ماتوا منا خاصة وإلى حضرات جميع المؤمنين والمؤمنات عامة اللهم اغفر لنا ولهم اجمع بيننا وبينهم في دار جناتك النعيم غفر الله ذنوبهم وتقبل الله حسناتهم وتجاوز الله سيئاتهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم أرحم الراحمين ربنا ഞങ്ങളെ ഒരുമിച്ചുകൂടെ സ്വീകരിക്കണ റഹ്മാനെ പോരായ്മകളെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണ റഹ്മാനെ ഞങ്ങൾക്ക് ഈ ഒരുമിച്ച് കൂടൽ കഫാറത്താകണ റഹ്മാനെ മഹാന്മാരുടെ പേരിൽ ഒരുമിച്ച് കൂടലും അവരെ മദീനത്ത് പറയലും പാടലും ഒക്കെ കഫാറത്താണല്ലോ ഞങ്ങളെല്ലാ ദോഷങ്ങളും നീ പൊറുക്കണ റഹ്മാനെ ഈ മജ്‌ലിസിൽ നിന്ന് പിരിയുമ്പോൾ ഉമ്മവറ്റ അന്ന് പോലെ ദോഷബാധ ഇല്ലാത്തവരാകണ റഹ്മാനെ ഞങ്ങളുടെ ഇടയിലുള്ള ഈ സ്നേഹബന്ധങ്ങൾ നാളെ ആഖിറത്തിൽ ഭരിക്കുന്നതാക്കി തരണ റഹ്മാനെ പല വിദൂര നാടുകളിൽ നിന്നും ഫാമിലിയായി ഇവിടെ എത്തിയ ആളുകളുണ്ട് അല്ലാഹുവേ അവരോരോ ചവിട്ടടിയുടെ കതിർ കണ്ടും നീ പൊറുക്കണ റഹ്മാനെ ജനതകളേക്കണ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളിൽ കൂടിയവരും വേണ്ടപ്പെട്ട ബന്ധപ്പെട്ടവർ കൂട്ടുകുടുംബാദികൾ വിഷമിക്കുന്നവർ അല്ലാഹു ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ദിവസങ്ങളായി അധ്വാനിക്കുന്ന ആളുകൾ പ്രവാസി സുഹൃത്തുക്കൾ എല്ലാവർക്കും ഈ വീട്ടിൻ്റെ അഖിലുകാർ പാപ്പാക്ക് സുഖമില്ല എല്ലാവരുടെ വിഷമങ്ങളും നീക്കണ റഹ്മാനെ ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റണേ അല്ലാഹ് രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ് ഞങ്ങളെ ഉസ്താദിന്റെ രോഗവും നീ ശിഫയാക്കണേ അല്ലാഹ് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ് കടങ്ങളിൽ പെട്ടവർക്ക് കടം കൂടാനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാഹ് എല്ലാ കെട്ടുമുട്ട് സിഹിർ അയലുകളും ഇമ്മജിൽസിൽ ബാത്തിലാക്കണേ അല്ലാഹ് ഞങ്ങളെല്ലാമെല്ലാമായ ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തങ്ങളെ ഹദറത്തിലാണുള്ള നമ്മളെ ഒരുമിച്ച് കൂടിയത് അവിടുത്തെ പൊരുത്തം കൊണ്ട് ഞങ്ങൾക്കൊക്കെ നീ രക്ഷ നൽകണേ അല്ലാഹ് ഇതിനോട് രക്ഷ നൽകണേ അല്ലാഹ് ആഖിറത്തിലും രക്ഷ നൽകണേ അല്ലാഹ് പഠിച്ചവനെ ഞങ്ങളെ കൂട്ടത്തിലും ബന്ധപ്പെട്ടവരിലും ജോലിയില്ലാത്തവർക്ക് നീ നല്ല ജോലി നൽകണേ അല്ലാഹ് ഉള്ള ജോലികളിലും ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് മക്കളില്ലാത്ത ആളുകളുണ്ട് നീ നല്ല മക്കളെ നൽകണേ അല്ലാഹ് ഈ മഹനീയ മജ്‌ലിസിൽ വെച്ച് നിന്നോട് യാചിക്കുന്നു റഹ്മാനെ നല്ല മക്കളെ നൽകണേ അല്ലാഹ് ഉള്ള മക്കളെ ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ് മക്കളുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാഹ് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അല്ലാഹ് അതുള്ള മക്കളാക്കണേ അല്ലാഹ് മാതാപിതാക്കളെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ് ഗുരുനാഥന്മാരെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ് പഠിച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ വീടില്ലാത്ത ആളുകളുണ്ട് വീട് പണി തുടങ്ങി വെച്ചവരുണ്ട് എല്ലാം നിറാഹത്തിലാക്കണേ അല്ലാഹ് ലോണോ പരീക്ഷയില്ലാത്ത രൂപത്തിൽ വീടുകൾ പൂർത്തിയാക്കി തലച്ചായിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് പണി തുടങ്ങി വെച്ചവർക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാഹ് പഠിച്ചവനെ കുടുംബങ്ങളിലും ബന്ധപ്പെട്ട
ഗർഭിണികളുണ്ട് സുഖപ്രസവങ്ങൾ നൽകണേ അല്ലാഹ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വിശ്വാസികളെ തൊട്ടും കാക്കണേ അല്ലാഹ്. മക്കളെ കെട്ടിക്കാനുള്ള രക്ഷിതാക്കളുണ്ട്, രക്ഷിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. പെൺകുട്ടികൾക്ക് നല്ല ഭർത്താക്കൾ നൽകണേ അല്ലാഹ്. വിവാഹപ്രായപത്തി വധുവിനെ അന്വേഷിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് അല്ലാഹുവേ. എല്ലാവർക്കും യോജിച്ച ഇണകളെ നൽകണേ അല്ലാഹ്. വിവാഹം നിശ്ചയിച്ചവരുടെ നമ്മുടെ കൂട്ടത്തിൽ നീ മംഗളമാക്കണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞവരുടെ ദാമ്പത്യ ജീവിതം ബർക്കത്തിലാക്കണേ അല്ലാഹ്. ലോകമുക്കിൽ മുക്കിനാത്തുകൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാ ശത്രുക്കളെയും നീ പിടിച്ചു കെട്ടണേ അല്ലാഹ്. ഇന്ത്യ മഹാരാജ്യത്ത് ശാന്തിയും സമാധാനവും മതസൗഹാർദ്ദവും മതമൈത്രിയും അക്കാലത്തും പോലെ ഇക്കാലത്തും നീ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും വളർത്തണേ അല്ലാഹ്. കുടുംബങ്ങളിൽ കട്ടുറപ്പും ഭദ്രതയും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നന്മയിൽ നമുക്ക് ഒത്തുചേരാമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നല്ല നന്മകളിൽ ഒത്തുചേരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടെ ഈ പരിപാടിയിലേക്കും റിലീഫിലേക്കും സംഗമത്തിലേക്കും സഹായിച്ച ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ ഒരുപാട് സംഭാവനകളുണ്ട്. എല്ലാം നിനക്കറിയാമല്ലോ, നീ കബൂലാക്കണേ അല്ലാഹ്. അതൊക്കെ ഇവിടെ തരുമ്പോൾ സംഭാവനകൾ നൽകുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ നിനക്കറിയാം, പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവരെ രോഗികളായ ആശുപത്രിയിലും വീടുകളിലും കഴിയുന്നവർക്ക് നീ സുഖം നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും മാരകരോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആഖിർ സമാനിൽ രോഗങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാഹ്. പ്രത്യേക കാവൽ നൽകണേ അല്ലാഹ്. മടവു ശേഖിന്റെ ഹക്ക് കൊണ്ട് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഭാര്യമാരെയും ഏറ്റെടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോയവർ ഈ കൂട്ടത്തിലുണ്ട്. കൂട്ടുകുടുംബാദികളിൽ നിന്ന് മരണപ്പെട്ട ആളുകൾ, ഞങ്ങളെ സഹോദരങ്ങളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും മരണപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ഇവിടെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നു അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ആരെങ്കിലും ഏതെങ്കിലും ഖബറിൽ അദാബാണെങ്കിൽ നീ അവർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു റഹ്മാനെ. അദാബുകൾ ഉയർത്തിക്കളയണേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ട് ഖബറിൽ കഴിയേണ്ടവരാണ്. ഖബറിൽ കഴിയുമ്പോൾ മക്കളും കുടുംബാദികളും ഈ സ്നേഹജനങ്ങളും ബഹുമാനികളായ ആളുകളും അല്ലാഹുവേ, അവരൊക്കെ നീ ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ നൽകണേ അല്ലാഹ്. അഹ്ബാബുകളെ നൽകണേ അല്ലാഹ്. നിങ്ങൾക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറകൾക്കും സിയാറത്തിനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ചെയ്ത ആളുകളെയൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. ആ സൗഭാഗ്യം കൊണ്ട് ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടെ പറഞ്ഞ ആളുകളും പറയപ്പെടാത്ത ആളുകളും ഒക്കെ നിനക്കറിയാമല്ലോ റഹ്മാനെ. എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാഹ്. ഈ വീട്ടിലും ഞങ്ങളുടെ വീടുകളിലും റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. നിഅമത്തിലാക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഭാര്യസന്താനങ്ങൾക്കിടയിലും മാതാപിതാക്കൾക്കിടയിലും മക്കൾക്കിടയിലും സഹോദരന്മാർക്കിടയിലും സ്നേഹം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. കുടുംബങ്ങളിൽ ഐക്യം നൽകണേ അല്ലാഹ്. പഠിച്ചവരെ, ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വിഭാഗങ്ങൾ നശിച്ചു പോകുന്ന കിബ്റിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. കിബ്റും ഹസദും പോലുള്ള എല്ലാ മാരകരോഗങ്ങളെ തൊട്ടും ഞങ്ങളുടെ ഹൃദയങ്ങളെ കാക്കണേ അല്ലാഹ്. ഹൃദയശുദ്ധി നൽകണേ അല്ലാഹ്. പഠിച്ചവരെ, ഇവിടെ ഒരുമിച്ച് കൂടി പിരിയുമ്പോൾ ഒരുപാട് നേടിയവരായി തിരിഞ്ഞു പോകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്ത് വിഷയങ്ങൾ പറയുമ്പോഴും സംഭാവനകൾ നൽകുന്ന ആളുകൾക്കൊക്കെ നീ ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാഹ്. അതിനുവേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാഹ്. ഈ പരിപാടിയിലേക്ക് സഹായിച്ചവർ ഇനിയും സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരുടെ ഹദിയകളും നീ കബൂലാക്കണേ അല്ലാഹ്. അവർ നൽകിയതിന്റെ ബാക്കി സ്വത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ദുആകളെ കബൂലാക്കണേ അല്ലാഹ്. ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സല്ലല്ലാഹു തങ്ങളുടെ തിരുനോട്ടമുള്ളവന് ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. വേണ്ടതെല്ലാം വേണ്ട സമയത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ കാലത്തും ഈ ഗ്രൂപ്പിനെ നീ നിലനിർത്തണേ അല്ലാഹ്. പല ഭാഗത്തുനിന്നുള്ള സ്നേഹത്തിൽ ഒരുമിച്ച് കൂടിയ സ്നേഹ സംഗമമാണ് അല്ലാഹുവേ. നീ വലിയ അമലായി കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറയുന്ന രൂപത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, ദിക്റും സ്വലാത്തും കഴിയിരിക്കുന്നു, മദ്ഹുകൾ പറഞ്ഞിരിക്കുന്നു, ഇൽമ ചർച്ച ചെയ്യുന്നു, ഭക്ഷണം വിതരണം ചെയ്യുന്നു. എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്.
ഞങ്ങൾക്ക് നീ നൽകണയല്ല. പ്രകാശമായ ഖബറുകളിൽ നീ എത്തിക്കണയല്ല. ദുആകൾ കബൂലാക്കണയല്ല. ഇവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡുകളും വലിയ ഹസനാത്തുകളായി രേഖപ്പെടുത്തണയല്ല. ഇവിടെ നസീഹത്ത് നൽകിയ ഉസ്താദന്മാരിൽ നേതൃത്വം നൽകിയ സംഘാടകർക്കൊക്കെ നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണയല്ല. നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണയല്ല. ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കണയല്ല. എല്ലാവർക്കും ഗുണം ചെയ്യണയല്ല. എല്ലാവരുടെയും മനഃപ്രയാസങ്ങൾ നീക്കണയല്ല. ശാരീരിക അസ്വസ്ഥതകൾ മാറ്റിക്കൊടുക്കണമല്ല. സാമ്പത്തികമായി ഇടങ്ങേറിൽ കുടുങ്ങിയ ഒരുപാട് ആളുകളാണ് ഇക്കാലത്ത്. എല്ലാവരെയും നീ രക്ഷിക്കണമല്ല. ആർത്തി കൊണ്ട് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന സ്വഭാവമാണ് ഇന്നുള്ള ജനങ്ങൾക്ക്. ഞങ്ങളെ അതിൽ നീ പെടുത്തല്ല റഹ്മാൻ. എന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാക്കണേ റഹ്മാൻ. സാമ്പത്തികമായി ഇടങ്ങേറിൽ കുടുങ്ങിയവരെ കരകയറ്റണമല്ല. മാനസികമായുള്ള എല്ലാ ഉല്ലാസവും നൽകണമല്ല. മനസ്സമാധാനം നൽകണമല്ല. വേണ്ടതെല്ലാം വേണ്ട സമയത്ത് നൽകി അനുഗ്രഹിക്കണമല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا يا راحم المساكين. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. പ്രിയമുള്ളവരെ, അടുത്ത പരിപാടി ഭക്ഷണമാണ്. സ്ത്രീകൾ അവരുടെ